ഞാനൊരിക്കൽ ദുബായിൽ നിന്ന് നാട്ടിൽ പോകുമ്പോൾ വിമാനം ഓട്ടം തുടങ്ങി ഒരു 3/4 മണിക്കൂറായപ്പോൾ പൈലറ്റ് വിളിച്ചറിച്ചിൽ തുടങ്ങി ഭയങ്കര തലകറക്കം. ഇതിനെപ്പറ്റി അറിയുന്നോലും ആരെയുണ്ട് ഇങ്ങോട്ട് വരിന്ന് പറഞ്ഞു. എന്നോട് പറയുമ്പോൾ ഒരു മനസ്സും പോയി വെക്കണില്ല. ഞാൻ ചെന്ന് കണ്ട എനിക്ക് നാട്ടിൽ ജീപ്പ് ഓടിച്ച പരിചയമുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്ന് ഞാൻ അങ്ങനെ ഓടിക്കൽ തുടങ്ങി. ആദ്യം ഒരു പേടി, കാരണം ജീപ്പിൻ്റെ സ്റ്റാരിങ് പോലെയല്ലല്ലോ, ഇത് വലിയ ചൂരക്കൊട്ട പോലുള്ള സ്റ്റാരിങ് ആണ്. അങ്ങനെ പിന്നെ കുറേ ആണ്ട് ക്ലിയർ ആയപ്പോൾ ഞാനൊരു 100-120 ഇങ്ങനെ പിടിച്ച് ആഞ്ഞ് ചവിട്ടി. ആടും കോയൊന്നും മുന്നിക്ക് ആടാനില്ലല്ലോ. കുറേ ആണ്ട് ഓടി ചെന്നപ്പോൾ ഇയാളിനോട് പറഞ്ഞു ഇപ്പോൾ എവിടെ എത്തിക്കണമെന്ന് എനിക്ക് അറിയാമെന്ന് ചോദിച്ചു. കീപ്പിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ടർഫ് കോർട്ട്, ചപ്പാത്തി കമ്പനി ടർഫ് കോർട്ട്, അതിലിടക്ക് കുൽക്കി സർവത്ത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മളെ നാട്ടിലെത്താറായിക്കണെന്ന് പറഞ്ഞു. അങ്ങനെ കരിപ്പൂർ കൊടുന്ന് ഇറക്കി. ഈ പണ്ടാറ ഇറക്കുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട്, പിടിച്ചാൽ കിട്ടൂല. അങ്ങനെ ഇയാളിനോട് പറഞ്ഞു 1 മണിക്കൂർ മുന്നപ്പോൾ നമ്മൾ എത്തിക്കണിട്ടായിരുന്നു. പുറത്തിറങ്ങി നോക്കുമ്പോൾ പത്രക്കാരും പോലീസുകാരും എല്ലാവരും കൂടി. അങ്ങനെ ഇയാളിന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിക്കാണ്ട് പറഞ്ഞു ആ നിഡോന്റെ കവറും പിടിച്ചിരിക്കണം ഓനെ ഓട്ട്. അന്നിപ്പോ ഇതേമാതിരി ഒന്നല്ലല്ലോ, നല്ല ആരോഗ്യമല്ലേ. വീരാനാണ് ഈ ഒരേ ഒരു നിർബന്ധം, ഞാനും ആണെന്ന്. ഓനിന്റെ അത്ര ആക്കും മുടുക്കൊന്നുമില്ലല്ലോ. ഞാൻ ഉണ്ടെങ്കിൽ പിന്നെ ഓനെ പകുതി പണിയെടുത്താലും മതി. ചുരുക്കി പറയാ, വീരാൻ വെട്ട് തുടങ്ങി. കയറിന്റെ തലയിട്ട് ഞാൻ ആ കുണ്ടനാടായാലും നിന്നു. വെട്ടി പൗതിയായപ്പോ വീരാൻ പറഞ്ഞു മൂസാപ്പൂ ഒന്ന് വലിച്ചു നോക്കടാറുന്നു. ഞാൻ എന്റെ ഊക്കും മുടുക്കും ഒക്കെ കെട്ടുകാണ്ട് ഒരു ഒറ്റ വലിയ വെട്ടിയോടത്തൊന്നല്ല മുറിഞ്ഞത്, തെങ്ങ് പൊയങ്ങിയിട്ട് പോന്നു. ആ നേരത്താണ് മദർസ് വിട്ടുകാണ്ട് കുട്ടികളെ ആ കുണ്ടനാടായി കൂടി ഇങ്ങനെ വരുന്നുണ്ട്. തെങ്ങാണെങ്കിൽ കുട്ടികളെ നേരെയും സുബ്ഹാൻ അല്ലാന്നും പറഞ്ഞിട്ട് ഞാൻ ഒരു ഒറ്റ മണ്ടല ആ കുട്ടികളെ നേരെ വെട്ടി വരുന്ന ആ തെങ്ങിന് ഞാൻ ഈ തോളാണ് വെച്ചു കൊടുത്തു. ഈ തോളത്ത് വന്നിട്ട് 4 അലക്കല തെങ്ങ്. ഇവിടെ അമർന്ന് കടന്നതിന് ശേഷം ഞാൻ കുട്ടികളോട് പറഞ്ഞു നിങ്ങള് അടിക്കൂടി പെയ്ക്കോളിയായിരുന്നു. ഇതിന് ശേഷം ഞാനൊരു ഒറ്റ ഇടല തെങ്ങ്. അതൊക്കെ ഒരു കാലം. ആർക്കുണ്ട്. അപ്പം ഞാൻ വണ്ടി ചെന്ന് നോക്കുമ്പോൾ നമ്മളെ ടീച്ചർ എന്നാൽ കിണറിന് പടവില്ല, അയക്ക് ചാടിക്കണം കിണറ്റിക്ക്. തുള്ളി വെള്ളമുള്ളൂ, ഒന്നും പറ്റിയില്ല. അങ്ങനെ എടുമാഷ് എല്ലാവരും കൂടി എൻ്റെ അടുത്തേക്ക് വന്നിട്ടാണ് മൂസൂച്ച് എന്തേലും പരിഹാരം കാണണം, ആണ്ടാണ് ഇങ്ങോട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പഴയ കാലത്ത് ഒരു കഥ വായിച്ചത്. കാക്കച്ചി വെള്ളം കുടിച്ചാൻ വേണ്ടി കുടത്തേക്ക് കല്ലിട്ടൊരു കഥ. ഞാൻ കുട്ടികളോട് പറഞ്ഞു എല്ലാവരും കല്ലെടുത്തോണ്ടിരിക്കുകയാണ്. ടീച്ചറോടെ പറഞ്ഞു കിണറ്റിൻ്റെ സെൻറ്ററിക്ക് നിൽക്കി. ടീച്ചർ കിണറ്റിൻ്റെ സെൻറ്ററിക്ക് നിന്ന് കുട്ടികൾ കൊണ്ടുവരുന്ന കല്ല് ഫുള്ള് ഞാൻ 4 സൈഡിൽ കൂടി ഇട്ടിട്ടിട്ടിട്ട് അപ്പോൾ ടീച്ചർ പൊന്തി വരലോടത്തി, വെള്ളം പൊന്തി വരുന്നതിനനുസരിച്ച്. അങ്ങനെ ആ ടീച്ചറുണ്ട് കയറി പോണ്. പിറ്റേന്ന് സ്കൂൾക്ക് പോകുമ്പോൾ നമ്മൾ നബിദിനം കാണാൻ നിൽക്കുന്ന റോഡ് സൈഡിൽ ഫുള്ളൂ ആണുങ്ങൾ പെണ്ണുങ്ങളും എന്നെ കാണാം. ടി വിയിൽ പേപ്പറിൽ മൊത്തം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 80-85 കാലഘട്ടം. ആ കൊടും കാട്ടിൻ്റെ ഉള്ളിൽ ഞാനും ബീരാവിനാണ് പെട്ടു. ചീനി മയും കൂരിയാ കൂരി ഇറ്റും. പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു മൊറലിങ്ങനെ. ഞാൻ നോക്കുമ്പോൾ വലിയൊരു പുലി. ഇതാണ് കണ്ടേക്കിന് വീരാൽ പൊന്തൻ്റെ ഉള്ളിൽ മാറി. ഓനിപ്പോൾ എൻ്റെ അത്ര ധൈര്യമൊന്നുമില്ലല്ലോ. എന്നിട്ട് പൊന്തൻ്റെ ഉള്ളിൽ നിന്ന് പറയാം അടവെടുക്കേന്ന്. ഞാനാണെങ്കിൽ 18 പമ്പരം കുത്തും കഴിഞ്ഞിരിക്കല്ലേ. ചുരുക്കി പറയാ, പുലി ചീറി പാഞ്ഞു വന്ന് എൻ്റെ നേരെ ഒറ്റ ചാട്ടാ. ഞാനാണെങ്കിൽ ആ ഷെയ്ക്കേന്നും പറഞ്ഞിട്ട് പുലിൻ്റെ തൊള്ളി കൂടിയാണ് കച്ചിട്ട് വാലിനാണ് പൊടിച്ച്. ഇടത്തെ കച്ചുകൊണ്ട് താട പൊടിച്ചൊരു തള്ളലും വലത്തെ കച്ചുകൊണ്ട് ആ വാല് പൊടിച്ച് ഇങ്ങോട്ടൊരു വലിയും. പിന്നുണ്ട് പുലി അമ്പലം മറിഞ്ഞിങ്ങനെ നിൽക്കണു. നിങ്ങളോട് പറയാം, പെട്ടിയും കുടലൊക്കെ പുറത്തും തോലൊക്കെ പുലിൻ്റെ ഉള്ളിലും. ഇങ്ങോട്ട് നിന്നിരുന്ന പുലി ഉണ്ട് അങ്ങോട്ട് തിരിഞ്ഞങ്ങനെ നിൽക്കണു. അപ്പം